വട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, പക്ഷേ ചില സമയങ്ങളിൽ വട്ടടിച്ചിരുന്നിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലേ? ആണ്. സീരിയസ്ലി. അപ്പം മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇപ്പോഴ് എനിക്ക് വന്ന വെസ്റ്റേൺ വേൾഡിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അമേരിക്കയിലാണെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് മാനസിക പ്രശ്നങ്ങൾ. അപ്പം ഇത് ഒരു നമ്മുടെ സൊസൈറ്റിയും ഏകദേശം ആ ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ വേൾഡിൽ അഡ്വാൻസ്ഡായി വളരെ സ്പീഡിന്, പണ്ട് നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ള അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കാണത്തുള്ളായിരുന്നു. ഇപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റി പോലും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിക്കലി എല്ലാത്തിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ നമ്മളും എത്തപ്പെടുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. താങ്കളൊരു മെൻ്റൽ ഹെൽത്ത് കോച്ചുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള താങ്കൾക്ക് അറിയുന്നത്? നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമാണോ? ആക്ച്വലി വെസ്റ്റേൺ വേൾഡ് നേരത്തെ തൊട്ടേ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മളതിപ്പോഴാണ് റിയലൈസ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുൻപേ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരു അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അവർ ആക്ച്വലി ചെയ്യുന്ന കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല ദാറ്റ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ബിക്കോസ് നമ്മളൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊരു സ്ട്രെസ്സാണ്, നമുക്കത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം. പക്ഷേ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പോലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെയൊക്കെ, ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ഈ 90s കിഡ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എല്ലാവരും അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാരെങ്കിലും കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ സീരിയസ്ലി എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മൾ വരും. അപ്പോൾ ഞങ്ങളുടെ 70s ഇങ്ങനൊരു സംഭവം കേട്ടിട്ട് പോലും ഇല്ല. എക്സാക്ട്ലി. ബുള്ളിങ്, ഞാനൊക്കെ എത്രയോ ഹരാസ്മെൻറ്റ്, എന്തൊക്കെ പ്രശ്നത്തിലൂടെ വളർന്നിട്ടുണ്ടെന്ന് ഇപ്പം ഇരുന്ന് ബാക്കിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്, നമ്മുടെ സ്വഭാവത്തിലും വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും. പിന്നെ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഞാൻ ജസ്റ്റ് എനിക്കറിയുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, എല്ലാവരെയും പറ്റിയല്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ പറയും ദേ ആർ ലൈക്ക് ഓവർ തിങ്കേഴ്സ്, അല്ലെങ്കിൽ അവർ ഭയങ്കര ദേഷ്യം കാണിക്കുന്നു, അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. അതിനൊരു റീസൺ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ പണ്ട് മുതലേ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള പ്രൊഫഷണലി കോച്ചിങ്ങിന് പോകും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകും, ഇമ്പോർട്ടൻസ് അവർ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല. ഈ ഒരു ഡിഫറൻസ് ആണ്. എക്സാക്ട്ലി. ഈ ഒരു പോയിന്റിലാണ് എനിക്ക് തോന്നുന്ന എലാനയുടെ എക്സ്പെർട്ടീസിൻ്റെ നമുക്കിവിടെ ആവശ്യം. എലാന ഇപ്പോൾ അത്യാവശ്യം വലിയ പല കമ്പനികളുടെ എംപ്ലോയീസിന് കോച്ചിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ ആ കമ്പനിയിൽ, അങ്ങനെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാൾക്ക്, UK മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാൾക്ക് അയാളുടെ എംപ്ലോയീസിന് എല്ലായിടത്തും അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നാണ് എനിക്കറിയുന്നത്. അപ്പം NHS കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ NHS നമുക്ക് വെൽബീയിങ് ഓഫീസേഴ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പല അടുത്തും സൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ അതിനിപ്പോൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തു തുടങ്ങി. ഇപ്പോൾ പ്രിൻസ് ആണെങ്കിൽ പോലും, പ്രിൻസ് വില്യംസ് ഒക്കെ ആണെങ്കിലും പോലും, ഹാരി ആണെങ്കിലൊക്കെ പോലും ഇവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഇതിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ചാരിറ്റികൾ ഫോം ചെയ്യുകയും അല്ലേ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു ഇത്? അപ്പോൾ ഇവിടുത്തെ ഉള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യുക? സോ ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, ഒരു എംപ്ലോയീസിന് വലിയ കമ്പനീസ്, ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ നമ്മുടെ ക്ലയൻ്റാണ്, വെർജിൻ അറ്റ്ലാന്റിക് ക്ലയൻ്റാണ്, ITV ക്ലയൻ്റാണ്, വോൾട്ട് ഡിസ്നി ക്ലയൻ്റാണ്. അങ്ങനെ കുറേ വലിയ കമ്പനീസിൻ്റെ ഒരു അസിസ്റ്റൻസ് പ്രോഗ്രാം, അതിൻ്റെ ഒരു പാർട്ടാണ്. ഐ ഡോണ്ട് വോണ്ട് ടു സേ മച്ച് അബൌട്ട് ദ കമ്പനി, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് പേര് പറഞ്ഞു, പക്ഷേ ഇതെല്ലാം നമ്മുടെ ക്ലയൻസ് ആണ്, ജസ്റ്റ് ക്ലയൻസ്. സോ അങ്ങനെ കുറേ ഉണ്ട്, അവർ കുറേ വേറെ ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ജസ്റ്റ് ഞാൻ ആ കമ്പനീസിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിന് ഈ കമ്പനിയിലോട്ട് ഞാൻ ജോലിക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ഇങ്ങനൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രീവിയസ്ലി ജോലി ചെയ്ത കമ്പനീസൊക്കെ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെന്ന് പോലും എനിക്കൊരറിവില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർക്ക്, നമ്മുടെ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള അറിവ്, ഇപ്പം ഷാഫി NHS നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ വെൽബീയിങ് ഉണ്ടെന്നറിയാം, പക്ഷെ അത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെയെങ്കിലും? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊരാണ്
എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു റെസ്ട്രിക്ഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആണുങ്ങൾ പൊതുവേ തന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഒരു സുഹൃത്തിനോട് പോലും തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആണുങ്ങൾ. 1. 2, ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനിവരെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ചിന്ത, എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്, എന്നോട് കുറച്ച് സംസാരിക്കാൻ പോകുമായിരിക്കും. എനിക്ക് വേണ്ടത് എപ്പോഴും ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് ആണ് എന്ന് പറയുന്നിടത്താണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്നതാണ്. ഭാഗ്യം കൊണ്ട് ഒരിക്കലും ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലൂടെ പോയിട്ടില്ല. പക്ഷെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കും അതിലേക്ക് പോകാത്തത്. എക്സാക്ട്ലി. കാരണം ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ആണുങ്ങൾ അതങ്ങനെയല്ല, ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആസ് എ കോച്ച് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് സർവീസിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മെജോറിറ്റി ഓഫ് ദ ക്ലയൻസ് ആണുങ്ങളാണ്, മെജോറിറ്റി. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലെ ഇതിനെക്കുറിച്ച് ഇതും കൂടെ വെച്ചിട്ടായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ ഈ വെസ്റ്റേണും നമ്മുടെ നാട്ടിലും ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വന്ന് ജനിച്ച് വളർന്ന അവർ പോലും, ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ പോലും നമ്മുടെ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാറിയിട്ടുണ്ട്. സോ ആണുങ്ങൾ ഒരുപാട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഷാഫി പറഞ്ഞ പോലെ അവരാരടുത്തും ഷെയർ ചെയ്യത്തില്ല. സോ മേ ബി അവർക്ക് ഒട്ടും പറ്റാതിരിക്കുമ്പോഴായിരിക്കും അവർ ചിലപ്പം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് കോച്ചിൻ്റെ അടുത്ത്, ലൈഫ് കോച്ചിൻ്റെ അടുത്ത് പോണത്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് ആക്ച്വലി കൊടുക്കുന്നുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് നമ്മളെപ്പം ആണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ UK പ്രത്യേകിച്ച് മെജോറിറ്റി ഓഫ് ദ കമ്പനീസ്, ഇപ്പോൾ നമ്മൾ വലിയ വലിയ കമ്പനീസിലോട്ട് പോവുകയാണെങ്കിൽ അവരെല്ലാവരും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. ഓക്കെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന ആണുങ്ങളാണ്. 40 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ വരുന്ന ഒരു മേ ബി മിഡിൽ ഏജ് ക്രൈസിസ്, ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്തില്ല എന്നുള്ള തോന്നൽ, പിന്നെ സത്യം പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇന്നത്തെ കാലത്തെ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റിടത്തൊക്കെ കിട്ടുന്ന മോട്ടിവേഷൻ, ഇതെല്ലാം വളരെ ഡൗൺ സൈഡ് തന്നെയാണ്. ഒരു കണക്കിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഏറ്റവും സമാധാനം. അല്ല, അതാണ്. പക്ഷേ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസും മെൻ്റൽ ഹെൽത്തും രണ്ട് ഒരു സെക്ടേഴ്സ് ആണ്. ബിക്കോസ് നമുക്കിപ്പം ഒരു കാര്യം കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാം, അതേപോലെ തന്നെ എനിക്ക് ഇരുന്നിട്ട് ചിന്തിക്കാം, എൻ്റെ വയസ്സിൽ അവർ എത്ര മുന്നോട്ട് പോയി ആൻഡ് ലുക്ക് വേർ ഐ ആം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് എനിക്ക് ഡൗണും വരാം. പക്ഷേ മെൻ്റൽ ഹെൽത്ത് ഇൻഫ്ലുവൻസ് ഞാൻ ഉദ്ദേശിച്ചത് മോട്ടിവേറ്റേഴ്സ് ആണ്. അങ്ങനെ ഒരു തിരുത്തുണ്ട്. കാരണം മോട്ടിവേഷൻ ആണ് ഞാൻ പറയുന്നത്. കാരണം ആർക്കും എവിടെ ഇരുന്നും എന്ത് മോട്ടിവേഷൻ കൊടുക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ പൊസിഷനിൽ ഞാൻ വളർന്ന എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാമാണ് എന്നെ ആക്കിയത്. ഞാനൊരു യുണീക്ക് പേഴ്സൺ ആണെന്ന് നമ്മളെ മനസ്സിലാക്കാതെ വരുന്നൊരു സമയത്താണ് ഈ പറയുന്ന മോട്ടിവേഷനൊക്കെ നമ്മൾ തേടുന്നതും നമ്മൾ അവർ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നത്, അല്ലേ? എക്സാക്ട്ലി. ഈ മോട്ടിവേഷൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആർക്കും മോട്ടിവേഷൻ കൊടുക്കാം. സോ അങ്ങനെയല്ല. ഈ ഒരു മെൻ്റൽ ഹെൽത്തിനോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വൺ ഫൈൻ ഡേ ഞാൻ എൻ്റെ ഓഫീസിൽ പോവാണ്, ചിലപ്പം എൻ്റെ മൂഡ് നന്നായിരിക്കാം, എൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ ലീഡ്സിൻ്റെ മൂഡ് ശരിയല്ല, സോ ദേ ആർ ഷോയിങ് ഇറ്റ് ടു മീ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അന്നേരം ദെർ ആർ മെനി ക്ലയൻസ് ഹു ഹവ് കോൾഡ് us കേട്ടോ, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പോയി, എനിക്ക് ഓഫീസിൽ ഐ ഡോണ്ട് ഫീൽ ടു വർക്ക്.